രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പീഡനക്കേസ് തെരഞ്ഞെടുപ്പിൽ പ്രചാരണ ആയുധമാക്കുകയാണ് LDF. സ്വർണ്ണപ്പാളി വിഷയത്തിൽ പത്മകുമാർ ഉൾപ്പെടെ അറസ്റ്റിലായ വിഷയം വഴിതിരിച്ചുവിടാനാണ് ശ്രമം. അതേസമയം തെരഞ്ഞെടുപ്പ് സമയത്ത് വന്ന പരാതിയിൽ അസ്വാഭാവികത ചൂണ്ടിക്കാട്ടിയാണ് കോൺഗ്രസിന്റെ പ്രതിരോധം. ആ കുട്ടിയും രാഹുൽ മാങ്കൂട്ടവുമായുള്ള ടെലിഫോൺ സംഭാഷണം കേട്ട ഒരാൾക്കും ഇത്രയധികം വലിയ ഒരു പീഡനം ഒരുപക്ഷെ ഇതുവരെ കേൾക്കാത്ത നിലയിലുള്ള കാര്യങ്ങളാണ് ഈ സംഭാഷണത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. കേരളത്തിലെ ജനങ്ങൾ ആകെ കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ഈ സംഭവത്തെ ശക്തമായി എതിർത്തെങ്കിൽ പോലും കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴും എല്ലാവിധ പിന്തുണയും പ്രത്യക്ഷമായും പരോക്ഷമായും കൊടുക്കുകയാണ്. അത് കേരള ജനതയോടും സ്ത്രീ സമൂഹത്തോടുമുള്ള ഒരു വെല്ലുവിളിയായിട്ട് മാത്രമേ നമുക്ക് കാണുന്നതിന് വേണ്ടി കഴിയുകയുള്ളൂ. ഈ വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതോടൊപ്പം തന്നെ കോൺഗ്രസിൻ്റെ പൊതുസമൂഹത്തോടുള്ള സംസ്കാരം ഇതാണെന്നുള്ള നിലയിൽ ചർച്ച ചെയ്യപ്പെടുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. തീർച്ചയായിട്ടും ഗവൺമെൻറ് കർശനമായ നടപടി സ്വീകരിക്കുന്നു. ഒരു MLA-ക്കെതിരെയാണ് ഇപ്പോൾ ഈ പരാതി. അതൊക്കെ എല്ലാവർക്കും അറിയാം. MLA-ക്കെതിരെ ഈ MLA-ക്കെതിരെ പരാതി വന്നത് ഇന്നലെയല്ലേ? നിങ്ങൾ 3 മാസമായിട്ട് ആഘോഷിക്കുകയല്ലേ? 3 മാസം ഇതിന് വലിയ സംഭവങ്ങൾ ഇവിടെ നടക്കില്ലേ? പത്മകുമാർ വെളിപ്പെടുത്തിയ തന്ത്രി മന്ത്രിയായിട്ടുള്ള ബന്ധമല്ലേ? നിങ്ങളിപ്പോൾ പറഞ്ഞ കാര്യം പരാതി തന്നു കൊടുത്തു എന്ന് പറഞ്ഞല്ലോ. നിയമപരമായിട്ട് അന്വേഷിക്കട്ടെ. പോലീസ് കോൺഗ്രസ് അല്ലല്ലോ, ഇവിടെ ഭരിക്കുന്നത് UDF അല്ലല്ലോ, LDF ഭരിക്കുന്നു. പോലീസ് നിഷ്പക്ഷമാണെങ്കിൽ നിഷ്പക്ഷമായ അന്വേഷണം നടക്കട്ടെ. അതിലെന്താ തെറ്റ്? ഞാൻ പറഞ്ഞല്ലോ. അതിനകത്ത് പാർട്ടി യുക്തമായ നടപടിയെടുത്തു. സമാന സാഹചര്യങ്ങളിൽ മറ്റൊരു പാർട്ടി എടുക്കാത്ത വിധത്തിലുള്ള വളരെ മാതൃകാപരമായ നടപടിയാണ് അന്ന് കോൺഗ്രസ് പാർട്ടിയും പാർലമെന്ററി പാർട്ടിയും. അതുകൊണ്ട് വളരെ കൃത്യമായി. പക്ഷെ ഇപ്പോൾ ഗവൺമെൻറ് കണ്ടെത്തിയിരിക്കുന്ന ഒരു സമയം, ആ സമയം തെരഞ്ഞെടുപ്പിൽ കിട്ടുന്നില്ല. അപ്പോൾ ഇത് തെരഞ്ഞെടുപ്പിൽ ആയുധമാക്കണം എന്നുള്ള പ്ലാനോട് കൂടി അവരിങ്ങനെ കാത്തിരുന്ന് തെരഞ്ഞെടുപ്പിൻ്റെ പോളിങ്ങിൻ്റെ തൊട്ട്